ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുറേ വിശേഷങ്ങളുണ്ട് ഈ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്യാൻ. നല്ലൊരു ഇഫ്താറിന് പോയ വിശേഷങ്ങളും ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലുള്ള വിശേഷങ്ങളും അതുപോലെ വീട്ടിലെ ഇഫ്താറും പിന്നെ അങ്ങനെ കുറേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ വ്ളോഗിലോട്ട് പോകാം. അപ്പോൾ നോമ്പൊക്കെ ആയിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാ അല്ലാ. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നമുക്ക് വേണ്ടിയിട്ടും ദുആ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം, അതായത് നോമ്പിന് ഇതുവരേക്കും പത്തിരി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ലെഗോൺ ചിക്കൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്. ഫാമിൽ നിന്ന് കിട്ടിയിട്ടുള്ള നമ്മുടെ ഷംസുക്കയുടെ വൈഫ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ആ ചിക്കൻ വെച്ചിട്ട് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കറിയല്ല, റോസ്റ്റ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഈ ലെഗോൺ ചിക്കൻ കുറച്ച് വേവുള്ളല്ലേ. അപ്പോൾ അതിനായിട്ട് ചിക്കന് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളമായിട്ട് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് പ്രഷർ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 2-3 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തോട്ടെ. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ലെഗോൺ ചിക്കന്. പിന്നെ അവിടെ പത്തിരിപ്പണി നടക്കുന്നുണ്ട്. പത്തിരിയിൽ കുറച്ച് വെള്ളം ഏറിപ്പോയി. പക്ഷേ നമ്മൾ അത് പരത്തുന്ന സമയത്ത് റെഡിയാക്കി. കാരണം എന്താ പറയുക, ഞാൻ വെള്ളം എടുത്തതും പൊടിയിട്ടതും എല്ലാം കൂടി ഡിഫറെൻ്റ് ആയിപ്പോയി. പൊടി എടുത്തത് വേറെ ആൾ, വെള്ളം ഒഴിച്ചത് വേറെ ആൾ. അപ്പോൾ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അപ്പം 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എക്സ്ട്രാ പറയേണ്ടതൊന്നും ആവശ്യമില്ല. പിന്നെ കുറച്ച് വെള്ളം തിളച്ച ശേഷം കുറച്ച് വെള്ളം ഒന്ന് മാറ്റി വയ്ക്കുക. വേണമെങ്കിൽ ചിലപ്പം ചില പൊടിക്ക് അത്രയും വെള്ളം വേണ്ടി വരില്ല. അപ്പോൾ കുറച്ചൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് പിന്നെ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറേ നാളായില്ല പത്തിരി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ കഴിക്കാൻ ഭയങ്കര സിമ്പിളാട്ടോ പത്തിരി. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത്രയും പത്തിരി ഉണ്ടാക്കിയിട്ട് ഒറ്റയടിക്ക് തീർത്തു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതാണ് പത്തിരി ഉണ്ടാക്കിയാലുള്ള ഗുണം. വേഗം കഴിയും, എത്ര ഉണ്ടാക്കിയാലും കഴിയും. ഞാൻ മുമ്പത്തെ ഏതൊക്കെയോ വ്ളോഗ്സിൽ പറഞ്ഞിട്ടുണ്ട്, നോമ്പിൻ്റെ ഒരു മണം എന്ന് പറയുന്നത് പത്തിരിയും വറുത്തരച്ച ചിക്കൻ കറിയുടെ ഒരു മണമായിരിക്കും. നോമ്പ് ദിവസങ്ങൾ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാവും ആ ഒരു വീട്ടിൽ. അന്ന് എന്നും പത്തിരി ഉണ്ടാവും കേട്ടോ. പത്തിരിയും ചോറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഉമ്മനെ അന്ന് സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് പത്തിരി ഇല്ലാത്ത ദിവസങ്ങളുണ്ടാവില്ല. അത് വീട്ടിലുണ്ടാക്കുന്നതാണ് സഹായത്തിന്. ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഉമ്മനെ ഉണ്ടാക്കുന്നത്. ഞാൻ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്തുണ്ടാവും ഉമ്മ പത്തിരി അവിടെ നിന്ന് ചുടുന്നൊക്കെ. അപ്പോൾ അന്നത്തെ ആ ഒരു ലൈഫ് ഇപ്പം മിസ്സാവുന്നുണ്ട്. കാരണം ഇപ്പം നമ്മൾ ആ ഒരു പൊസിഷനിൽ എത്തുമ്പോഴാണ് ആ ഒരു ഇത് മനസ്സിലാവുന്നത്, എത്രത്തോളം ബുദ്ധിമുട്ടുകളാണെന്നുള്ളത്. ഓക്കെ. അപ്പോൾ പത്തിരി ചുടാൻ ഇവിടെ മാലിയുണ്ട്. എന്താ പറയുക, എന്നിപ്പോൾ ഇത് നടക്കൂല കേട്ടോ. കാരണം മാലി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. പത്തിരി ചുടലും പരത്തലും. പരത്തിയത് ഞാനാണ്, ബാക്കിയൊക്കെ മാലിയാണ് ചെയ്തത്. പിന്നെ ക്ലീൻ ആക്കാനുണ്ടാവുമല്ലോ, പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവിടെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി അതിലോട്ട് സവോള, തക്കാളി, കുറച്ച് മസാലപ്പൊടികളും കൂടി ചേർത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല കേട്ടോ. പക്ഷേ എന്നിട്ട് പോലും ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാനിതിൽ 2 സവോള എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാൻ മറന്നതൊന്നുമില്ല, തിരക്കിനിടയിൽ വേണ്ടാന്ന് വെച്ചതാണ്. അതിനിപ്പോൾ ചതച്ചെടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ആ ഉള്ളിയും തക്കാളിയും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയ ശേഷം ഈ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക ആ വെള്ളത്തോട് കൂടിയിട്ട്. എന്നിട്ട് അതിൽ കിടന്നിട്ട് അവിടെ അങ്ങനെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അവിടെ കിടന്നിട്ട് വേവട്ടെ. ഓൾറെഡി വെന്തിട്ടുണ്ട്, പിന്നെ അവിടെ കിടന്ന് വേവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഉമ്മ ഇവിടെ ചിക്കൻ കഴിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പത്തിരിക്കുള്ള കറി ഉണ്ടാക്കുന്നത് ഓംലെറ്റ് കറി ആട്ടോ. ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വറുത്തരച്ച ഓംലെറ്റ് കറിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വറുത്തരച്ച പൊടി ഉണ്ടല്ലോ അവിടെ, പൊടിയല്ല, തേങ്ങ ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ, നമ്മൾ പ്രീ റമദാൻ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് വെച്ചിട്ടാണ് കറി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നോമ്പ് തുറക്കാൻ ഫ്രൂട്ട്സും വെള്ളം ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെന്താ, നോമ്പ് തുറന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ന് പത്തിരി ആയതുകൊണ്ട് തന്നെ തറാവീന് മുമ്പ് തന്നെ എല്ലാവരും പത്തിരിക്കായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറേ നാളുകൾക്ക് ശേഷമല്ലേ പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ മലബാറല്ല, നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ പത്തിരി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ പത്തിരി അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം നമുക്ക് പത്തിരി അതെന്നും പ്രിയപ്പെട്ട തന്നെയാണ്, ഉണ്ടാക്കാൻ മടിയാന്നുള്ളൂ. പിന്നെ ഇതും നമ്മുടെ ഫ്രഷ് ചീര കേട്ടോ. ഫാമിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചീര ഉണ്ടായിരുന്നു. ചീര പിന്നെ നമ്മൾ ഒരു വെജിറ്റബിൾ എന്തായാലും ഉണ്ടാക്കും.
ഇന്ന് സാലഡ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പത്തിരിയും ഓംലെറ്റ് കറിയും ഉപ്പേരിയും പിന്നെ നമ്മുടെ ചിക്കൻ റോസ്റ്റ്. ഒന്നും പറയാനില്ല, കിട്ടു ടേസ്റ്റായിരുന്നു കേട്ടോ. ചിക്കൻ റോസ്റ്റ് ലഗോൺ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ആദ്യം വേവിക്കുക, മസാലപ്പൊടികൾ ചേർത്തിട്ട് പിന്നെ ഉള്ളിയും തക്കാളിയും റോസ്റ്റ് ചെയ്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ അവിടെ കിടക്കട്ടെ, അത്രയേ ഉള്ളൂ. പിന്നെ വറവിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഞാനൊരു അൺബോക്സിങ് വീഡിയോ കാണിക്കാം. ലോറ വെയിൽസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള കുറച്ച് ഹിജാബ് കളക്ഷൻസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കൂടാണ്ട് ഗിഫ്റ്റ് ഹാമ്പർ ആട്ടത്. അപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും ഇതുപോലെ ഹിജാബിൻ്റെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ലോറ വെയിൽസ് UAE പേജാട്ടോ. അപ്പോൾ നാട്ടിലുള്ളവർക്ക് ഹിജാബ് പാലറ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്താൽ മതി. അവരുടെ വെബ്സൈറ്റും ഉണ്ട്, ഒക്കെ ഞാൻ താഴെ പിൻ കമൻ്റ് ആയിട്ട് കൊടുക്കാം. വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ എടുക്കാം, ഇൻസ്റ്റഗ്രാം ത്രൂ നിങ്ങൾക്ക് ഓർഡർ എടുക്കാം. ഓക്കെ, അപ്പോൾ ലോറ വെയിൽസിലും ഹിജാബ് പാലറ്റിലും മൊജ ബ്രാൻഡിൻ്റെ മലേഷ്യൻ ജോർജറ്റ് ഹിജാബ്സ് മാത്രമല്ല കേട്ടോ, ഇത് ജേഴ്സി ഹിജാബാണ് മൊജ ബ്രാൻഡിൻ്റെ. രണ്ടും അടിപൊളിയാണ്. അതിലെനിക്ക് കൂടുതൽ ഇഷ്ടം മലേഷ്യൻ ജോർജറ്റ് തന്നെയാണ്. എൻ്റെ അടുത്ത് കൂടുതലുള്ളത് മലേഷ്യൻ ജോർജറ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഹിജാബ് സ്റ്റൈലിംഗ് കൂടി കാണിച്ചു തരാം. നിങ്ങൾ മൊജ ബ്രാൻഡിൻ്റെ ഹിജാബ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ലോറ വെയിൽസോ അല്ലെങ്കിൽ ഹിജാബ് പാലറ്റോ ചെക്ക് ചെയ്യുക. കാരണം ലോറ വെയിൽസിൽ ഇപ്പം 50% ഓഫ് വരുന്നുണ്ട്. അതുപോലെ ഹിജാബ് പാലറ്റിൽ കോംബോ ഓഫേഴ്സും അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഐഷ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടുന്നതായിരിക്കും. ഇതാണ് കേട്ടോ മൊജ ബ്രാൻഡിൻ്റെ ജേഴ്സി ഹിജാബ്. നല്ല സോഫ്റ്റായിട്ട് നല്ല ഒതുങ്ങി നിൽക്കുന്ന ഹിജാബ്സ് ആട്ടോ. അപ്പോൾ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അടുത്തതും ഒരു റിവ്യൂ വീഡിയോ ആണ്. പക്ഷേ UAEയിലുള്ളവർക്ക് യൂസ്ഫുൾ ആകും. പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് നിങ്ങൾ ഈ ഡ്രസ്സ് എടുക്കാൻ പോകുന്നവർക്ക് യൂസ്ഫുൾ ആകും. കാരണം ഞാനിപ്പോൾ ഉള്ളത് അൽമദീന ഷോപ്പിംഗ് സെൻറ്റർ മുവൈല ഷാർജയിലാണ്. ഇവിടെ 150 ദിറംസിൻ്റെ പർച്ചേസിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ 100 ദിറംസ് കൊടുത്താൽ മതി. 50 ദിറംസ് ഓഫാണ്. അത് ഏത് ഗാർമെൻറ്റ്സ് നിങ്ങൾക്ക് എടുക്കാം. ഇവിടെ ജെൻസിൻ്റെ കളക്ഷൻസ് ഉണ്ട്, ബോയ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്, ലേഡീസ് കളക്ഷൻസ് ഉണ്ട്, ഗേൾസ്, ഇൻഫൻസ്, അങ്ങനെ എല്ലാവിധ കളക്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ 150 ദിറംസിൻ്റെ പർച്ചേസിങ്ങിന് 100 ദിറംസ് കൊടുത്താൽ മതി. അത് ഭയങ്കര നല്ല ഓഫറാണ്. അപ്പോൾ എന്തായാലും ഫാമിലി ആയിട്ട് നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം. വളരെ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കാരണം എല്ലാവർക്കും എന്താ പറയുക, ഇങ്ങനെ ഡ്രസ്സിൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പം ആവശ്യമുള്ളവർക്ക് എന്തായാലും യൂസ്ഫുൾ ആവട്ടെ. അപ്പം മോഡസ്റ്റ് വെയർസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ കോട്ട് സെറ്റുകളുണ്ട്. അതായത് ഒരു 10 വയസ്സ് ടു 14 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഉള്ള കളക്ഷൻസ് കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനത്തെ കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. സൈസസ്, അതായത് ചെറിയ കുട്ടികളെ തൊട്ടിട്ട് വലിയ കുട്ടികൾ വരെയുള്ള സൈസിൽ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ ഫ്രോക്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറേ സൈസിൽ അവൈലബിൾ ആട്ടോ. ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കൊക്കെ പാകത്തിലുള്ള പല സൈസിലും അവൈലബിൾ ആണ്. ഫ്രോക്സ് നല്ല ഭംഗിയുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടു നോക്കൂ. നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്രോക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ലേഡീസിൻ്റെ കളക്ഷൻസും കുറച്ചധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ലേഡീസിന് മോഡസ്റ്റ് വെയർസിനാണെങ്കിലും കോട്ട് സെറ്റുകളാണെങ്കിലും പിന്നെ വെസ്റ്റേൺ ടൈപ്പ് ആണെങ്കിലും പിന്നെ നോർമൽ ചുരിദാർ അങ്ങനത്തെ ടൈപ്പൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ കോട്ട് സെറ്റിൽ വരുന്ന ടൈപ്പുകളാണ്. പിന്നെ കുർത്തികൾ അതൊക്കെ ഉണ്ട് കേട്ടോ. ഷോർട്ട് കുർത്താസും ലോങ് കുർത്താസും ഒക്കെ ഉണ്ട്. പിന്നെ കുട്ടികളുടെ ഫ്രോക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ഓഫർ മിസ്സാക്കണ്ട. അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ 3 പീസ് സെറ്റുകൾ, അതായത് ഇതാ ടോപ്പും പാൻസും പിന്നെ ഷോളും എല്ലാം ഒരേ സെയിം കളറിൽ വരുന്ന അങ്ങനത്തെ ഉണ്ടല്ലോ 3 പീസ് സെറ്റുകളും 2 പീസ് സെറ്റുകൾ, പിന്നെ ചുരിദാർ, പിന്നെ ബിറ്റുകളുണ്ട്, ചുരിദാർ റെഡിമെയ്ഡ് ഉണ്ട്, സൽവാസ് ഉണ്ട്, അങ്ങനെയുള്ള കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കളക്ഷൻസ് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇതുപോലെ ഈ ഡ്രസ്സ് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, ഇനി വാങ്ങിക്കാൻ പോകുന്നവർക്കൊക്കെ, അതായത് ഫാമിലി ആയിട്ട് വന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ്. ഇതൊക്കെ ഒരു 8-10 വയസ്സ് കുട്ടികൾക്കൊക്കെ പാകത്തിലുള്ള മോഡസ്റ്റ് വെയർസ് ആട്ടോ. അതൊക്കെ എല്ലായിടത്തും കിട്ടണമെന്നില്ല. പിന്നെ ഇവിടെ ലോങ് ഇതുണ്ട്, കുർത്തകളുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ബേബി ബോയ്സിനും അതുപോലെ കിഡ്സിലാണെങ്കിലും ബോയ്സിനുണ്ട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോസിൽ അധികം കാണിക്കുന്നില്ല, എന്നാലും കളക്ഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ എന്തായാലും മിസ്സാക്കേണ്ട ഓഫർ 150 ദിറംസിൻ്റെ പർച്ചേസിങ്ങിന് നിങ്ങൾ 100 ദിറംസ് കൊടുത്താൽ മതി. 50 ദിറംസ് ഓഫാണ്. അപ്പം ഇതുപോലെ തന്നെ എല്ലാവരും വരിക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇനിയൊരു ഫാമിലി ഗെറ്റ് ടുഗദർ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അതായത് ഷാർജ ഗ്രാൻഡ് മോസ്കിൽ ഇഫ്താറിന് പോകാമെന്ന് പറയുമ്പം അത് വല്ലാത്തൊരു വൈബ് തന്നെ കേട്ടോ. എല്ലാ വർഷവും നമുക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ലാസ്റ്റ് ഇയർ പോയിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ ഉമ്മ വന്ന സമയത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇഫ്താറിൻ്റെ സമയത്ത് നല്ല രസമാണ്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് നോമ്പ് തുറക്കുക,
എന്നിട്ട് നിസ്കരിക്കുക, അതൊക്കെ നല്ല രസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് പോകുമ്പം പ്രത്യേകിച്ചൊരു നല്ലൊരു വൈബാണ്. അപ്പോൾ എപ്പോഴും വീട്ടിൽ നിന്ന് നോമ്പെടുക്കുമ്പം അതൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും അതുപോലെ അവിടുത്തെ ഫുഡും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ. നോമ്പ് 1 തൊട്ട് നോമ്പ് 30 ദിവസം ഇവിടെ ഈ ഒരു എന്താ പറയുക ഫുഡ് ഉണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും ഒരേ ഫുഡ് തന്നെയാണോയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ വന്നപ്പോൾ എന്താണ് ഫുഡ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 6 o'clock ആ സമയത്താണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം വരുവാണെങ്കിൽ നേരത്തെ, അധികം നേരത്തെ വരേണ്ട, ആ ഒരു സമയത്ത് തന്നെ എത്താൻ നോക്കുക. പിന്നെ അതായത് വീക്കെൻഡ്സിൽ കുറച്ച് നേരത്തെ വരേണ്ടി വരും. നമ്മൾ വീക്ക് ഡേയ്സിലാണ് പോയത് കേട്ടോ. അപ്പം ഉമ്മയും നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മാവനും വൈഫും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ, അവരുടെ ഫാമിലിയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ കുറച്ച് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കുറച്ച് ലേറ്റായി. അപ്പോൾ അവരകത്ത് കയറിയിട്ടുണ്ട്. അപ്പം ജെൻസിന് വേറെ സ്പേസും ലേഡീസിന് വേറെ സ്പേസും ആട്ടോ. പിന്നെ ഇങ്ങനെ താഴെ ഇരിക്കാൻ പറ്റാത്തവർക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ അവർ സൈഡിൽ മാറി ഇരിക്കാനൊന്നും സമ്മതിക്കുന്നില്ല. പ്രായമായവർക്ക് വേറെ സ്ഥലത്ത് ചെയർ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് അപ്പുറത്ത് മാറിയിട്ടാ. അപ്പോൾ നമ്മുടെ കൂടെ ഇക്കാൻ്റെ ഉമ്മാക്ക് ഇരിക്കാൻ പറ്റില്ല, കാരണം ഉമ്മാക്ക് അങ്ങനെ നിലത്ത് ഇരിക്കാൻ പറ്റില്ല, ചെയറിൽ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പുറത്ത് മാറി, അത് അവരെന്നെ മാനേജ് ചെയ്യുന്നുണ്ട്, അവരെന്നെ അവർക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് മാറി ഇരിക്കണം എന്നുള്ളൂ. പിന്നെ അതുപോലെ ചെറിയ കുട്ടികൾക്ക് ഷെയർ ചെയ്തിട്ട് ഫുഡ് എടുക്കേണ്ടി വരും. പിന്നെ ലാസ്റ്റ് അഥവാ എന്താ പറയുക ഫുഡ് ബാക്കിയുണ്ടെങ്കിൽ, കാരണം അത് നല്ലതാണ്, കാരണം ചെറിയ കുട്ടികളൊന്നും ഫുഡ് കഴിക്കില്ല, ചെറിയ മക്കൾ. ഇപ്പോൾ റോസും റീനും കൂടിയാണ് ഒരുമിച്ച് ഷെയർ ചെയ്തത്. പിന്നെ ലാസ്റ്റ് അവർ നോമ്പ് തുറ കഴിഞ്ഞപ്പം ഫുഡ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാരണം എക്സ്ട്രാ ഫുഡ് ഉണ്ടാവുമല്ലോ, കാരണം പെട്ടെന്ന് ലാസ്റ്റ് മൊമെൻറ്റിലായിരിക്കും ആരെങ്കിലും നോമ്പ് തുറക്കാനുള്ള സമയത്ത് എത്തുന്നത്. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ നിസ്കരിക്കാൻ പോയി. നിസ്കരിച്ച ശേഷമാണ് ഈ മക്കളെ കണ്ടത് കേട്ടോ. അപ്പോൾ അവർ നമ്മളെ കണ്ടപ്പോൾ, എന്നെ കണ്ടപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ അവിടെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നോമ്പ് തുറക്കുന്ന സമയത്തും നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന സമയത്തൊക്കെ. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ അടുത്ത് ഫോൺ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉമ്മ വന്ന സമയത്തും ഞങ്ങളിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ സമയത്തും പരിചയമുള്ള വോളണ്ടിയേഴ്സൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവരൊക്കെ ഉമ്മ വന്ന സമയത്തും ഇവിടെ വോളണ്ടിയർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ, അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ നിന്ന് കണ്ടു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ കാണുമ്പോൾ എനിക്ക് എന്താ പറയുക, വീഡിയോയിൽ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് എനിക്കൊരു സമാധാനം. കൂടുതൽ ആൾക്കാരും പറയുന്നത് ഉമ്മാക്ക് അയച്ചു കൊടുക്കാനാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഡയലോഗ് തന്നെ, ഉമ്മാക്ക് അയച്ചു കൊടുക്കാനാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മായിമ്മക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ ആൾക്കാരും അതായിരിക്കും പറയുക. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നോമ്പ് തുറന്നിട്ടേ ഉള്ളൂ, ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം നോമ്പ് തുറന്ന് അവിടുന്ന് ഫുഡ് എല്ലാവർക്കും ഇവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം. അപ്പം ഞങ്ങൾ വിചാരിച്ചു, അമ്മാവനെയും മക്കളെയൊന്നും കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അവർ ജെൻസിൻ്റെ സെക്ഷനിലല്ല, അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന്. അപ്പം കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അവരും ഞാനും കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു, പുറത്തിരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്കിളും മക്കളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ക്യാപ്പ് ഞാൻ എടുത്തത് വേറെ ഒന്നുമല്ല, എനിക്കിങ്ങനെ കണ്ടപ്പോൾ എന്തോ പോലെ ആ ക്യാപ്പ് ഇട്ടിട്ട്, അപ്പം ഇടണ്ടെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയതാണ്. പിന്നെ ഞാൻ മുമ്പേ ഇങ്ങനെ ഫോട്ടോയിൽ ഇങ്ങനെ കണ്ടപ്പോഴേ, ഇവിടെ നിന്ന് UAE വന്നിട്ടുള്ള ഫോട്ടോസിലൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ക്യാപ്പ് ഇടണ്ടെന്ന്. പിന്നെന്താ, അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതൊക്കെ മാറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, മാറ്റൊക്കെ വിരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്നുള്ള രീതിയിലാട്ടോ. അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കുമല്ല, എന്താ പറയുക, പ്ലേറ്റ് ചെയ്യാണ്.
അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് എന്താ പറയുക നല്ലൊരു വൈബായിരുന്നു. പിന്നെ ഈ ഗ്രാൻഡ് മോസ്കിൽ ഇപ്പം കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും, കുറേ ആൾക്കാർ വരാനിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ പുറത്തിരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ, നോമ്പ് തുറക്കും ചെയ്യുക, സംസാരിക്കാനും പറ്റിയ നല്ലൊരു ആംബിയൻസ് ആണ്. പിന്നെ നിങ്ങൾ വീക്ക് ഡേയ്സിൽ വരാൻ നോക്കാം, വീക്കെൻഡ്സിൽ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും ദിവസങ്ങളൊന്നും വരാഞ്ഞിട്ട്, ഫസ്റ്റ് വീക്കിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളൊക്കെ കുറച്ച് നേരം അവിടെ കളിച്ചു, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. എന്തായാലും വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻസിൽ അറിയിക്കുക. അതുപോലെ ഗ്രാൻഡ് മോസ്കിൽ ഇതുപോലെ നോമ്പ് തുറക്കാൻ പോയിട്ടുള്ളവർ താഴെ കമൻസിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.